കമന്റ് നോക്കാത്തൊരു ആളാണ് ഞാൻ. ഒന്ന് മാഷിനെ സൈക്കോ 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 എന്ന് പറഞ്ഞിട്ടുള്ളത്, രണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഞാൻ അടിമയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുത്. എന്നാലും അവർ ഹാപ്പി ആണെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ തിരിച്ചു, എനിക്കും പറ്റത്തില്ല. അയ്യോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജന്മം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. നീയും വിജയ് മാധവൻ ചേരൂല. എന്താ, വിജയ് മാധവൻ എൻ്റെ പോലൊരു മെയിൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ മൂന്നാമത്തെ ദിവസം നീ വീട്ടിൽ വന്ന് ഇരിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെട്ടൊക്കെ 2012 നമ്മള് കണ്ടത് ആണ്. നമ്മൾ 2012 മീറ്റ് ചെയ്തേ. പണ്ട് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുമായിരുന്നു, ഇങ്ങനെ ചാടി ഓടി നടക്കുമായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഫുൾ ടൈം റിലാക്സേഷനാണ്. ഞാൻ ചാടി ഓടി ചെയ്യുമ്പോൾ എന്തിനാ ദേവിക റെസ്റ്റ് എടുക്കും. ഞങ്ങൾ കണ്ട വിജയ് മാധവ് ഇങ്ങനെയല്ലല്ലോ. പണ്ടിങ്ങനെയായിരുന്നു. ഇങ്ങനെയായിരുന്നോ? പണ്ടത്തെ ആ ലുക്കിലേക്കുള്ളൊരു പരിപാടി. ഒരുപാട് പേര് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്താ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൂടെ വിജയ്, എന്തിനാ ഇങ്ങനെ നടക്കണെന്ന്. ഇത് ആവശ്യമില്ല എന്ന് തന്നെയാ പറഞ്ഞിട്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്താലോ. ഞാൻ എന്ത് പറ്റി? ഇല്ല, എനിക്ക് നല്ല ഡോക്ടറായിട്ട് തോന്നി. ചെയ്ത് വന്നതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഈ ന്യൂസ് വരുന്നത്. സർജറി ആണല്ലോ, തലയാണല്ലോ വെച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒക്കെ വല്ലിക്കെട്ട് വന്നാൽ എന്ന് പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് അമ്മ ഞാൻ മുടി ഒന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്, പറ്റത്തില്ല, ആ പരിപാടി ഒന്നും വേണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി തുടങ്ങി. അമ്മ എന്നെ വിളിച്ചു ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു, അമ്മ ഒരു മനുഷ്യനും ഇതേവരെ കുഴപ്പമുണ്ടായിട്ടില്ല ഇത് ചെയ്തിട്ട്. അല്ലല്ലോ, എവിടെയെങ്കിലും പ്രശ്നമുണ്ട്. തീർന്നില്ലേ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഗായകനായും ഫാമിലി ബ്ലോഗറായും രണ്ട് മിടുക്കരായ കുട്ടികളുടെ അച്ഛനും അമ്മയുമായും ഒക്കെ നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതരായ രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം വിജയ് മാധവ് ആൻഡ് ദേവിക നമ്പ്യാർ. വെൽക്കം ടു ദ ഷോ. ഇവരുടെ ഒരു സ്വത്തിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, മറ്റേ സ്വത്തിൽ ഉറങ്ങാൻ കിടന്നു. ഞാൻ ആദ്യമേ ചോദിക്കട്ടെ ചേട്ടാ, ഞങ്ങൾ കണ്ട വിജയ് മാധവ് ഇങ്ങനെയല്ലല്ലോ, എന്താ പറ്റി? പണ്ടിങ്ങനെയായിരുന്നു. ഇങ്ങനെയായിരുന്നോ? പണ്ടത്തെ ആ ലുക്കിലേക്കുള്ളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എത്ര വർഷം മുൻപായിരുന്നു ഈ ലുക്ക് ഉണ്ടായിരുന്നത്? അല്ല, ഈ ലുക്കല്ല, ഈ ലുക്കിലേക്ക്, എന്റെ മുന്നത്തെ ലുക്കിലേക്ക് എത്തിയത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 2011, 12 ആ കാലയളവിലൊക്കെ ഏകദേശം നമ്മള്. ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തലമുടി വളർത്തുക എന്നുള്ളതാണ്. ഞാൻ യൂട്യൂബിൽ തന്നെയുള്ളൊരു എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി, അപ്പൊ പുള്ളിയുടെ കുറെ വ്ലോഗ് കണ്ടു. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്നത് കമ്പനിയുടെ പേരോ? ഇത് ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടതാ. അപ്പൊ ഇവരൊക്കെ ചെയ്തത് മറ്റേ എന്താണ് ലാ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കാണ്. അപ്പം ആ ക്ലിനിക്കിനെ പറ്റി ഞാൻ കുറച്ച് പഠനം നടത്തി. അപ്പൊ കൊള്ളാം, ബേസിക്കലി ഇത് ചെയ്യുന്ന ഡോക്ടറാണ് ഇതിനകത്ത് മെയിൻ. അപ്പൊ പുള്ളി നല്ല സൂപ്പർ ഡെർമറ്റോളജിസ്റ്റ് ആണ്, പുള്ളി സർജൻ ആണ്, അത്യാവശ്യം ഈ ഫീൽഡിൽ സീനിയർ ആണ്. അപ്പം എല്ലാം പോസിറ്റീവായിട്ട് തോന്നി എനിക്ക്. നമ്മൾ ഇത്രയും നാളും വീട് മാറുന്ന പ്ലാൻ ചെയ്തിട്ട് മാറാൻ പറ്റിയില്ല. അപ്പൊ വീട്ടിലും അപ്പൊ മൊത്തത്തിലൊരു ഈ മുടി വളർത്തലെങ്കിലും കിടക്കട്ടെ, അല്ല ഒരു ഫ്രഷ്നെസ് വരെയായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ കൂടെ ഒരു തോന്നല് വന്നപ്പോ നമ്മൾ അങ്ങ് ചാടി കയറി അങ്ങ് ചെയ്യാൻ തീരും. പക്ഷെ ദേവിക എപ്പോഴേ അല്ല, ഞാൻ കണ്ട മാഷ് ഇങ്ങനെയല്ല, ഞാൻ പ്രണയിച്ച മാഷ് ഇങ്ങനെയല്ല എന്നുള്ള ലൈൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ? എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അതെ, ഞാൻ ഇഷ്ടംപോലെ മുടിയൊക്കെ ഉള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അങ്ങനെയല്ല, ലൈക്ക് ഞാൻ ക്യാരക്ടറാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ പിന്നെ പുള്ളീനെ ഞാൻ മുടി ഉണ്ടായിട്ടും കണ്ടിട്ടുണ്ട്, മുടി ഇല്ലാതെയും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. വൺസ് കല്യാണം നമ്മൾ ആദ്യം പരിചയപ്പെട്ടൊക്കെ 2012 നമ്മള് കണ്ടത് ആണ്. നമ്മൾ 2012 മീറ്റ് ചെയ്തേ. പക്ഷെ താങ്കളെ ഞാൻ ടി-വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് പരിചയപ്പെട്ട 2012. അപ്പോഴൊക്കെ മുടിയുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പം 2020 കണ്ടപ്പോൾ മുടിയില്ല. പിന്നെ അത് ആദ്യം നമുക്ക് ഒരു പ്രാവശ്യം കാണുമ്പോഴേക്കേ തോന്നുള്ളൂ മുടിയില്ല എന്നുള്ള പ്രശ്നം. പിന്നെ നമ്മൾക്ക് കണ്ട് ശീലമാവും, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയില്ലേ. വെക്കാൻ പോണ ഓർമ്മ ഞാൻ ശരിക്കും താങ്കൾ തന്നെയാണോ പറയുന്നത്? കാരണം
ഒരുപാട് പേര് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്താ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൂടെ വിജയ്, എന്തിനാ എങ്ങനെ നടക്കണമെന്ന്. അപ്പം മാഷ് ഇതുവരെ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല, എനിക്കത് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു സെറ്റ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്താലോ. ഞാൻ എന്ത് പറ്റി? ഇല്ല, എനിക്ക് നല്ല ഡോക്ടറായിട്ട് തോന്നി എനിക്ക്. അപ്പം അങ്ങനെയൊന്നും ചാടിക്കറി ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല, ചെയ്താലും ഓക്കെയാണ് ചെയ്തില്ലെങ്കിലും ഓക്കെയാണ്, എല്ലാം മൂപ്പർ തന്നെയാണ് അനുഭവിക്കാനുള്ളത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കേണ്ടി വന്നോ ചേട്ടാ? കാരണം ഞാൻ ചേട്ടൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് പാട്ട് പാടി തലമുടിയിൽ കുത്തിവെക്കുന്ന ആളെയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായോ? ഇല്ല, ഒരു ഇപ്പൊ ഇതുവരെ ടച്ച് വുഡ് ദൈവം സഹായിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ചെയ്തതിൽ ഞാൻ സന്തോഷവാനാണ്, ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഈ അടുത്ത് കണ്ട വീഡിയോസിലൊക്കെ ഇത് കണ്ട അമ്മയ്ക്ക് ബോധക്കേട് വരുന്നു, അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നു, ഇങ്ങനെയൊക്കെ അതെന്തായിരുന്നു സ്വാഭാവികമായിട്ടും. കാരണം ആ ഒരു ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതും മറ്റേ ആ ഒരു നെഗറ്റീവ് ന്യൂസ് പുള്ളിക്ക് സംഭവിച്ചതൊക്കെ വന്നതെല്ലാം ഒരുമിച്ചായിരുന്നു. അതായത് മാഷ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ചെയ്ത് വന്നതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഈ ന്യൂസ് വരുന്നത്. ഇങ്ങനെ തന്നെ സർജറി ആണല്ലോ, തലയാണല്ലോ വെച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് അമ്മ ഞാൻ മുടി ഒന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പറ്റത്തില്ല, ആ പരിപാടി ഒന്നും വേണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നു. അതാണ് സംഭവിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ന്യൂസ് വരുന്നത്. ആലോചിക്കണം മൊത്തത്തിലുള്ളത്. ഈ ന്യൂസ് വരുന്ന തലേദിവസം, അതായത് മാഷിന് അവിടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നെ വിളിച്ചു ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു അമ്മ ഒരു മനുഷ്യനും ഇതേവരെ കുഴപ്പമുണ്ടായിട്ടില്ല ഇത് ചെയ്തിട്ട്. അല്ലല്ല, എവിടെയെങ്കിലും പ്രശ്നമുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. തീർന്നില്ലേ? ഇപ്പൊ ഇനി ചോദിക്കട്ടെ, ഈ 2 മക്കളൊക്കെ ആയിട്ടുള്ള ജീവിതം എങ്ങനെ പോകുന്നു? പറഞ്ഞോളൂ. ഇല്ല, അമ്മയിൽ നിന്ന് തുടങ്ങാം. അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. കാര്യം അച്ഛന്മാർ എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധിവരെയൊക്കെ ശരിയാണ്, കുഴപ്പമില്ല. ഇടയ്ക്ക് ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരുമല്ലോ. പണ്ടൊക്കെ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ദേഷ്യം വരാത്ത ആളാണ്, എനിക്ക് അത്യാവശ്യം ക്ഷമയുണ്ട്, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ എന്റെ സ്ട്രെസ്സും എല്ലാം പോകും. ഇപ്പൊ എനിക്ക് 2 മക്കളായതുകൊണ്ട് ഉറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ ആ സ്ട്രെസ് ചെറുതായിട്ട് വരുമ്പോ ഞാൻ ഒന്ന് ഒച്ചയിടും. അപ്പൊ ഞാൻ ആലോചിക്കും ഇവര് കുട്ടികളല്ലേ, ഒച്ചയിടാൻ പാടില്ലല്ലോ, അവരവരുടെ സ്വഭാവം കാണിക്കണ്ടേ. അപ്പൊ ഞാൻ ചെയ്തോളൂ വൃത്തിയേടായിക്കോളൂ, എന്താ വെച്ചാൽ ചെയ്തോളൂ. 2-3 വർഷം മുമ്പുള്ള ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ആദ്യമായി കണ്ട കാര്യങ്ങളും, ദേവിക ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് അങ്ങനത്തെ എന്താ പറയാ മൃദുല വികാരങ്ങളൊന്നുമില്ല, ഞാൻ റൊമാൻറ്റിക് അല്ല, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെയാണ്, കുറച്ചും കൂടി പാവമായി എന്നുള്ളതല്ലാതെ. ഞാനൊരു ഭീകരനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ശരിക്കും മനസ്സിലാക്കിയപ്പോഴാണ് ഭീകരനൊന്നല്ല. ഈ പാമ്പ് കൊത്തും എല്ലാരും പറഞ്ഞിട്ട് പാമ്പിന് എല്ലാവർക്കും പേടിയാണല്ലോ. പക്ഷെ പാമ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങോട്ട് കൊത്താൻ വരുന്നതിന് മുന്നൊന്ന് സെൽഫ് കെയർ ആണ്, അല്ലെങ്കിൽ സെൽഫായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നതാണ്. പാമ്പ് ആരെ അങ്ങോട്ട് പോയി കൊത്തത്തില്ല. അതിനെ ഇങ്ങോട്ട് കൊത്തുന്നത് എപ്പോഴാണ്? അതിനെ ചവിട്ടുമ്പോഴോ അതിനെ ചവിട്ടാൻ പോകുന്നു എന്നുള്ള തോന്നൽ വരുമ്പോ അത് സെൽഫ് അതേ സംഭവമുള്ളൂ പുള്ളി ബേസിക്കലി പാവമാണ്. ചേട്ടാ, ഈ ഏറ്റവും കൂടുതൽ ചേട്ടന് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഈ മക്കളുടെ പേരിട്ടതിനെ കുറിച്ചാണല്ലോ. ഒരുപാട് പേര് ചോദിച്ചെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ചേട്ടന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഓം പരമാത്മാന്നും ആത്മജാന്നും പേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയുള്ള മലയാളികളാണ് 4 തെറി പറയാൻ എന്താ ഒരു കാരണം എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴുമെന്ന് ചേട്ടന് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ആത്മജയുടെ കേറില് നമുക്ക് അങ്ങനെ വലിയ ഇത് തോന്നിയിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാവും അങ്ങനൊന്നും വിചാരിച്ചില്ല. പക്ഷെ അത് ഭയങ്കര ഇതായി, ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച ഒരു ദിവസത്തെ കാര്യത്തിൽ അങ്ങ് പോവാന്നാ വിചാരിച്ചത്. പക്ഷെ ഓം പരമാത്മ ഇട്ടപ്പോ എനിക്ക് അറിയായിരുന്നു കുറച്ച് പ്രശ്നമാകും എന്നൊക്കെ നമുക്ക് അറിയാം. കാരണം എന്തായാലും ആത്മജയ്ക്ക് ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് എന്തായാലും ഓം പരമാത്മയ്ക്ക് പ്രശ്നമാവും. ആത്മജയൊക്കെ ദേവിക ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓം പരമാത്മ വന്നപ്പോ ദേവികയും അയ്യോ എന്ന് വെച്ച്, അപ്പം പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. ആണോ? അത് ശരി. കാരണം പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ മാഷ് പറഞ്ഞു അടുത്ത് നമുക്കൊരു കുട്ടി ആവുകയാണെങ്കിൽ ഈ പേരിട്ടോ. ഞാൻ പറഞ്ഞു ഈ പേരോ എനിക്കത് ഡൈജസ്റ്റ് ആവാം. അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്നേ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പ്രഗ്നന്റ് ആവല്ലേ ഭഗവാനെ, നെക്സ്റ്റ് വന്ന് പ്രഗ്നന്റ് ആവുകയും ചെയ്തു. എനിക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓക്കെ. പക്ഷെ അപ്പൊ എപ്പോഴെങ്കിലും പറഞ്ഞോ, അതായത് എനിക്കും പേരിടാനുള്ള
ഒരു സാവകാശം വേണം അല്ലെങ്കിൽ അവകാശം വേണം എന്നുള്ള ഇല്ല, ഒരിക്കലും പറയുന്ന ഒരാളെ അല്ല. അല്ല അല്ലെ? അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം നമുക്കിടയിൽ ഇല്ല. അപ്പൊ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നമ്മള് തമ്മില് അതേ നമ്മൾ ഫസ്റ്റ് ഇടത്തുള്ളൂ. പക്ഷെ ആ ഇടുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതെന്റെ ഉത്തരവാദിത്വമാണ്. കാരണം നാളെ എല്ലാം കഴിഞ്ഞിട്ട് ഒരവസരത്തിൽ എന്നോട് പുള്ളിക്കാരി ചോദിക്കാൻ പാടില്ല അതെന്നാ അന്നെന്താ പറയാഞ്ഞേ. കറക്റ്റ് അല്ലേ? പൊതുവെ എല്ലാരും ധാരണ എന്താ അറിയോ, വിജയ് മാധവ് പറയും ദേവിക അവിടെ ഇരുന്ന മറ്റേ കുലസ്ത്രീ കുലസ്ത്രീ പിന്നെയും കുഴപ്പമില്ല, അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കണം. പക്ഷേ സത്യസന്ധമായിട്ട് പറയാ ഞങ്ങളെ റൂമിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ്. അത് വളരെ തമാശയിലും എല്ലാ രീതിയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാം പരസ്പരം അറിയാം നന്നായിട്ട്. പിന്നെ ഫ്രണ്ടിൽ വരുമ്പം ദേവിക വരും പറയുമ്പോൾ ഞാൻ വരും, അതിപ്പോൾ ആര് വരും എന്ന് പറയുമ്പോൾ ഇതാക്കുമ്പോൾ അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ എന്താ ചെയ്യുക, എല്ലാവരുടെയും ധാരണ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടുള്ള പ്രശ്നം. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ദേവികയ്ക്ക് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വിഷമം വന്നത്? വിഷമം വന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എനിക്ക് സെക്കൻഡ് വൺ സിസേറിയൻ ആയിരുന്നു. സി സെക്ഷൻ ആയതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡെലിവറി എനിക്ക് അത്ര വിഷയം ഉണ്ടായിരുന്നില്ല. സി സെക്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ 2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്ക് ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പെയിന് എല്ലാം കൂടെ ആ വീട്ടിൽ വന്നൊരു ടൈമാണ്. പ്ലസ് ഞാൻ അതുവരെ ഫോൺ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ അമ്മേൻ്റെ ഫോണിൽ കണ്ടത് നമ്മളുടെ വീഡിയോ അല്ല, വേറെ ഒരാള് എന്താ പറയാ ഈ നമ്മളുടെ വീഡിയോ എടുത്ത് ചെയ്ത് അതിന് താഴെയുള്ള കമന്റ്. ഞാൻ കമന്റ് നോക്കാത്തൊരു ആളാണ് ഞാൻ. കാരണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നെഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മളെ തോട്ട് ഉണ്ടായിരിക്കുക, അത് തൊടരുത് പന്നി ഇങ്ങോട്ട്. അപ്പൊ അതൊന്നും കേറണ്ട വെച്ച് ഞാൻ നോക്കാറില്ല. പക്ഷെ കഷ്ടകാലത്തിന് ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോൾ മൊത്തം ഒന്ന് മാഷിനെ സൈക്കോ 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 എന്ന് പറഞ്ഞിട്ടുള്ളത്, 2 നിങ്ങൾ സെപ്പറേറ്റ് ആവണം, എന്ത് കാരണവശാലും നിങ്ങൾ ദേവിക ഓടിപ്പോ, ഇതൊക്കെയാ പറഞ്ഞു. സൈക്കോ മാത്രമല്ല, സൈക്കോ, ടോക്സിക് ഹസ്ബൻഡ്, നാർസിസ്റ്റിക്. അത് കഴിഞ്ഞ് മക്കളെയും പറഞ്ഞു, 2 പേര് ഇതേ പറഞ്ഞ മാതിരി എന്താ പറയുക സ്കൂളിൽ പോകണം, അത്യാവശ്യം മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് മക്കളെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോളുടെ കാര്യത്തിൽ തന്നെ ഇനിയിപ്പം കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ ഓം പരമാത്മ സമാധിയായി. അപ്പം ഞാൻ ആലോചിക്കുക കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധിയായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ജനിച്ച് കുറച്ച് ദിവസമായിട്ടുള്ള കുട്ടീനെ ഇങ്ങനെയൊക്കെ പറയാം, നമ്മളടുത്ത് ഡയറക്റ്റ് അല്ല പറഞ്ഞ ബാക്കിയുള്ള ഒരു കമൻറ്റ് ബോക്സ്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് തകർന്നുപോയി. അന്ന് ഞാൻ മാഷടുത്ത് ഇരുന്നപ്പോൾ മാഷ് ആക്ച്വലി എൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പം ഞാനാണ് പറഞ്ഞില്ല ചെയ്യണം, കാരണം ആൾക്കാരറിയണ്ടേ. കാരണം എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ്, ഈവൻ എൻ്റെ ഫാമിലിയിൽ വരെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു പണ്ട്. അപ്പം ഞാൻ ഭയങ്കര കലപ്പില സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് സംസാരം കുറച്ചു. എനിക്ക് ഈ തിരക്കുകൾ കാരണമാണ്, എനിക്ക് പ്രായമായി. ഇതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. ആൾക്കാരെ വിചാരം ഞാൻ ഇപ്പോഴും 25 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൽ ഓടി നടക്കുന്ന ആളാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈലന്റ് ആയപ്പോ എല്ലാരും വിചാരിച്ചു എന്നെ ഓവർ പവർ ചെയ്ത് നിൽക്കുകയാണ് മാഷ്, അതുകൊണ്ട് എനിക്കൊരു വോയിസും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി മാറിയതെന്ന്. അപ്പോൾ എനിക്കിതൊന്ന് മാറ്റണ്ടേ. പക്ഷേ കഷ്ടകാലത്തിന് എനിക്ക് മര്യാദയ്ക്ക് വർത്തമാനം പറയാനും അറിയില്ല. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ അറിയില്ല. പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനറിയില്ല. എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ കഷ്ടകാലത്തിന് കരഞ്ഞുപോയി. അതൊരു വിഷയമായിപ്പോയി. കരയണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു പെയിനും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം കഴിഞ്ഞ വീഡിയോ ഈ അമ്മ എന്താ വേഴ്സസ് വൈഫ് എന്നും പറഞ്ഞ ഒരു ചുമ്മാ ഒരു ടാഗ് ലൈൻ ഇട്ട് നമ്മളൊരു സംഭവം ചെയ്തു. അമ്മ ഞാൻ സർജറിക്ക് പോയപ്പം പ്രാർത്ഥിച്ച് ഫാസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. ദേവിക ഇവിടെ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ റോയൽ സീരീസ് മൊത്തം കണ്ടു തീർത്തിട്ട് കൊച്ചുങ്ങളുമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഇത് ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് അതിനെ 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നു, കാരണം അമ്മയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ടീം. വേറെ ആൾ ദേവികയെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം, ദേവികയെ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഇതാക്കിയിട്ടുള്ളതല്ലേ. അപ്പം അങ്ങനെ അപ്പം ഇത് റിയാലിറ്റി എന്താണ്? അമ്മ കിടന്നുറങ്ങിയ അമ്മ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് പറഞ്ഞു തന്ന ആരാ? ദേവികയാണ്. ദേവിക റോയൽസ് കണ്ടതും കിടന്നുറങ്ങിയതും ദേവിക തന്നെയാണ് എന്നോട് പറയുന്നത്. നമ്മളതൊരു വളരെ തമാശയായിട്ട് ചെയ്തൊരു വീഡിയോയാണ്. പക്ഷെ ആ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ദേവിക എന്നെ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക, ഇങ്ങനെ അടിമയായിട്ട് എന്തിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്, പോയി പിച്ചെടുത്ത് ജീവിക്കാന്നൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അവർ വളരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുക, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനാണ് അവിടെ ഒരു സ്പ്ലിറ്റിൻ്റെ ആവശ്യം അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്കെ ഞാൻ അടിമയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുത്.
എന്നാലും അവർ ഹാപ്പി ആണെങ്കിൽ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. പക്ഷെ നമുക്കത് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, നമ്മൾ വീഡിയോ ചെയ്യുകയാണ്, അത് കാണാൻ ആൾക്കാരുണ്ട്, അവർ കമന്റ് ചെയ്യുന്ന എൻഗേജ്മെന്റിന് ഉൾപ്പെടെ നമുക്ക് പൈസ കിട്ടുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യം. അതും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എവിടെയായിരിക്കും ആളുകൾക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാൻ കാര്യം? ഞാൻ തന്നെ എൻ്റെ സംസാര രീതി ഇഷ്ടമല്ല. ആരോ ചിലർ പറയുന്നത് ഞാൻ ഭയങ്കര പുച്ഛമാണ് എല്ലാത്തിനോടും, എനിക്കാരെയും ബഹുമാനിക്കാൻ അറിയത്തില്ല, ഇങ്ങനെ ചിലരുടെ സംസാര രീതികളുണ്ടല്ലോ അല്ലേ. ഇപ്പം ആൾക്കാർ പറയും എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ പറയും, പണ്ട് ദേവിക ജീൻസും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടായിരുന്ന, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ദേവിക ഫുൾ ഒരുമാതിരി വൃത്തിയായിട്ട് ഡ്രസ്സിങ്ങിലോട്ട് മാറി? സത്യം. അപ്പം ഇതെനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല പറയാൻ. ഒന്ന്, കല്യാണത്തിന് മുന്നേ ഞാൻ വളരെ മെലിഞ്ഞിട്ടിരുന്നതായിരുന്നു. എനിക്ക് ജീൻസ് ഇടാൻ അവകാശം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്, പക്ഷെ എനിക്ക് ഇവിടുന്ന് മുകളിലോട്ടുള്ള ടോപ്പ് ഇടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് അല്ല, അച്ഛൻ പ്രശ്നമില്ല, അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നോട് എല്ലാവരും വീട്ടിലും പറയല്ലോ, നീ കല്യാണം കഴിഞ്ഞ് വെച്ച് എന്ത് വേണമെങ്കിൽ ചെയ്തോ, അമ്മ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഞങ്ങൾ ഇന്നലെയും കൂടെ പറഞ്ഞുള്ളൂ, ഗോവ പോകണം എന്ന് പറഞ്ഞു. പോയില്ലേ മണിയില്ല, കല്യാണത്തിന് മുന്നേ ഒന്ന് ഗോവ പോകണം വിചാരിച്ചു, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം എവിടേക്കെങ്കിലും പോകണം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ചെയ്തോളൂ, ഇതായിരുന്നു ടിപ്പിക്കൽ അമ്മയാ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറയാ കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് സ്ലീവ്ലെസ് എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ആയിട്ട് ഇടുന്നത്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് മാഷ് പറഞ്ഞിട്ടാണ് സ്ലീവ്ലെസ് ഇട്ടത്. ജീൻസും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഇട്ടുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ 6ാം മാസം പ്രഗ്നൻ്റ് ആയി ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ വീർത്തു. തടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോൺഷ്യസ് ഇത്തിരി എനിക്ക് ബുദ്ധിമുട്ടാണ്, ബോഡി ഫിറ്റിങ് അല്ലെങ്കിൽ അത്ര ഇതായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ എനിക്ക് കംഫർട്ടല്ല. അപ്പോൾ അത് അടിച്ചതുകൊണ്ട് ഞാൻ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ തുടങ്ങി. എൻ്റെ കൺമുന്നിൽ എന്താണോ ഡ്രസ്സ് കാണുന്നത് അത് ഞാൻ ഇടും. ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഈശ്വര ഈ കുട്ടി നന്നായിട്ട് നടന്നു. അതും കല്യാണത്തിന് മുന്നേ അമ്മയാണ് ഡ്രസ്സ് എടുത്ത് തരുന്നത്. ഇതൊക്കെ എനിക്ക് മടിയുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പണ്ട് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുമായിരുന്നു, ഇങ്ങനെ ചാടി ഓടി നടക്കുമായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഫുൾ ടൈം റിലാക്സേഷനാണ്. ഞാൻ ചാടി ഓടി ചെയ്യുമ്പോൾ എന്തിനാ ദേവിക റെസ്റ്റ് എടുക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ഞാൻ ഭയങ്കര പിരിപിരിപ്പായിരുന്നു. ഞാൻ നോക്കുമ്പോ കൊള്ളാലോ, വെറുതെ നെറ്റ്ഫ്ലിക്സും കണ്ടുകൊണ്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു, പൈസ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ വീണയുടെ ധ്യാന്റെ ഇന്റർവ്യൂസ് കാണുമ്പോ ധ്യാന്റെ ചില കമന്റുകൾ പറയുന്നു, ഞാൻ ദേവിയോട് പറയും, കണ്ട ഇതായിരുന്നു എന്റെ ജീവിതം. കാരണം ധ്യാൻ കോവിഡ് സമയത്തൊക്കെ എനിക്ക് കോവിഡ് ഒന്നും ബാധിച്ചിട്ടില്ല, കാരണം എന്നെ കോവിഡ് ഒന്നും ബാധിച്ചിട്ടില്ല. എനിക്കൊരു 2-3 പരിപാടി ഒരു 5-6 മാസത്തേക്കുള്ള ചെലവിനുള്ള പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ട്, പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് പ്രോഗ്രാമിന് വിളിച്ചാലും ചേട്ടാ നല്ല തിരക്കില്ല, എന്താ തിരക്ക്, കിടന്നുറങ്ങുക, നെറ്റ്ഫ്ലിക്സ്. ഞാനും എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മഞ്ചേരിയാണ്. ഇപ്പൊ ട്രിവാൻഡ്രം ടു മഞ്ചേരി ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ട്രിവാൻഡ്രം എത്തും. തിരിച്ചും അതേപോലെ തന്നെയാണ്. മാഷാണെങ്കിൽ 2 ദിവസം എടുക്കും. അതായത് ഇവിടുന്ന് നമ്മൾ ആലപ്പുഴ എത്തി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. ആദ്യം ഫുഡ് കഴിക്കും, അപ്പൊ അതിന്റെ അവിടെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് എണീറ്റ് നമ്മളൊക്കെ എല്ലായിടത്തും പോകാനുണ്ടെങ്കിൽ എങ്ങനെയാ, ഇപ്പം 5 മണിക്ക് പോകണം, അപ്പം ഞാൻ അരമണിക്കൂറിൽ റെഡി ആവുന്നുണ്ടെങ്കിൽ 4:30 എണീറ്റാൽ മതി, കുളിച്ച് റെഡിയായി പോയി. ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും മാഷ് 5 മണിക്ക് പോകാനാണെങ്കിൽ 3 മണിക്ക് അലാം വെച്ചിരിക്കും. ഞാൻ എന്തിനാ 3 മണിക്ക് അലാം വെച്ചിരിക്കണേ മനുഷ്യൻ? പറഞ്ഞു ഇല്ല നമുക്ക് റെഡിയാവും. ഞാൻ പറഞ്ഞു ഇല്ല 4:30 എണീറ്റാൽ പോരെ. അപ്പം ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത്, മൂപ്പർക്ക് എവിടെ പോവുകയാണെങ്കിലും പോയില്ലെങ്കിലും ആ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ അത് അതേപോലെ ചെയ്യണം. അതായത് രാവിലെ 3 മണിക്ക് എണീറ്റ് ഇരുന്ന് ഒന്ന് ആലോചിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പേപ്പർ വന്നുവെച്ചാൽ പേപ്പർ വരച്ചിരുന്ന് അരമണിക്കൂറിൽ ചായയൊക്കെ കുടിച്ച് 4:30 വരെ പുസ്തകമൊക്കെ വായിച്ച് ആ ഒരു റിലാക്സ് ചെയ്തിരുന്ന് 4:45 പുള്ളി പറയും റെഡിയായില്ലേ 5 മണിക്ക് പോകണമെന്ന് പറയും. ഇതാണ് മൂപ്പര് റൊട്ടീൻ. ഞാൻ അങ്ങനെയല്ല, ഞാൻ 4:30 എണീക്കും, ചടപട 5 മണിയാകുമ്പോൾ റെഡി ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഡിഫറൻസ്. പിന്നെ എറണാകുളം നമ്മളൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യും മഞ്ചേരിക്ക് എത്താൻ വേണ്ടി. എറണാകുളം കഴിഞ്ഞ് നമ്മളൊന്ന് ഗുരുവായൂരെത്തും. അവിടെ എത്തുമ്പോൾ വിചാരിക്കും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാം, എന്നിട്ട് തൊഴുത് വന്നു കഴിഞ്ഞാൽ നടന്നു ഒന്ന് ക്ഷീണം. അങ്ങനെ ഞങ്ങൾ 4 ദിവസം എടുത്തിട്ടാണ് മഞ്ചേരി. അപ്പൊ അങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ ആ ഏരിയയിൽ നമ്മൾ പ്രോഗ്രാം പോലും ചെയ്യാൻ പോകത്തില്ല. കാരണം
ട്രാവൽ ഉള്ളതുകൊണ്ട്, കാരണം അവിടെ എയർപോർട്ട് ഇല്ലല്ലോ, ട്രാവൽ ചെയ്യണ്ടേ. അപ്പോ ഈ പുള്ളിക്കാരി അവിടുന്ന് ഒറ്റ സ്ട്രെച്ചില് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ നിർത്തും, ബാത്റൂമിൽ പോണേ നിർത്തുവേ, ഒറ്റ സ്ട്രെച്ച് ട്രിവാൻഡ്രം വരെ ഓടിച്ചിട്ട് സീരിയലും കഴിഞ്ഞ് ചിലപ്പോ അന്ന് രാവിലെ എണീറ്റ് തിരിച്ചു പോകും. എനിക്ക് ഭയങ്കര എനർജി. ഒറ്റ പ്രാവശ്യം ഇവരുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ ഞാൻ നമിച്ചു, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ കൂടി ഞാനിപ്പോ അൾട്ടിമേറ്റ് റിലാക്സേഷന്റെ ആളായി. എന്ത് പറഞ്ഞാലും ഭയങ്കര കംഫർട്ട്. പക്ഷെ ഒരു നടുവേദനയാണോ, റിലാക്സ് ചെയ്യൂ. ഇന്നലെ ലുലുവിൽ പോവാന്ന് പറഞ്ഞായിരുന്നു ഞങ്ങള്, കുറച്ച് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എണീറ്റ പാടെ പറഞ്ഞു എനിക്കിന്ന് എന്താണെന്ന് അറിയില്ല നടുവേദന. ഇന്നല്ലോ നടുവേദനയാണോ, എന്നാ ദേവിക റെസ്റ്റ് ചെയ്തോളൂ, നമുക്ക് റിലാക്സ് ചെയ്യാം, നമുക്ക് ലുലു തൽക്കാലം മാറ്റി വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഷൂട്ടും ഉണ്ട്, അതിന്റെ കൂടെ ഒരു പ്രൊമോഷൻ. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല വേണ്ട ബുദ്ധിമുട്ടിയിട്ട് ഒന്നും ചെയ്യാൻ. 3 വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട്, ഇപ്പോഴും കല്യാണം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഓ അവന്റെ നമ്പറാണ്, അവന്റെ സ്നേഹമാണ്. അല്ല, എന്തെങ്കിലും പറ്റി പിന്നെ ഇതെല്ലാം സേഫ്റ്റി മനസ്സിലായ. പിന്നെ സേഫ്റ്റിയാണ്, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. താങ്കൾ ഓക്കെ അല്ലേ? എല്ലാം ഞാൻ ഓക്കെയാണ്. അല്ല ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ എനിക്ക് പൊതുവെ അങ്ങനെ നോക്കുന്നൊരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഞാൻ വീണ വന്നപ്പോഴും ഞാൻ ചോദിച്ചില്ല ട്രാവൽ എല്ലാം ഓക്കെ ആണോ, സേഫ് ആണോ. ഇപ്പൊ രാവിലെ തന്നെ ആക്കിയത് നിങ്ങൾ ഇനി നൈറ്റ് ട്രാവൽ ചെയ്യണ്ടല്ലോ, ഞാൻ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തില്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. പക്ഷെ 80% എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇനി എങ്ങാനും വന്നിട്ട് പറയാണ് ചേട്ടാ വന്ന വഴിക്ക് എനിക്കൊരു എന്തൊരു ബുദ്ധിമുട്ട്, ഞാൻ പെട്ടേനല്ലേ, റിലാക്സ് ചെയ്തോളൂ വീണ, നമുക്ക് ഇന്ന് ഷൂട്ട് ക്യാൻസൽ ചെയ്യാം, വീണ ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ആയിട്ട് എടുത്തിട്ട് പോയാൽ മതി. ഇതായിരിക്കും മുമ്പ് പറയാ. പൊതുവെ പറയില്ലേ ഒരുപാട് പേർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഞാൻ മനസ്സിലാക്കും. ചെറിയ ബുദ്ധിമുട്ടുകൾ. ആദ്യത്തെ ഡിപ്രഷൻ വന്ന് ഞാൻ 2ാമത്തെ ദിവസം മനസ്സിലാക്കി ഡിപ്രഷൻ ആണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമുക്ക് നോർമലി നമ്മളുടെ രീതികൾ കാണുമ്പോൾ അറിയില്ലേ, ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പെരുമാറിയതൊന്നും നമുക്ക് ഇഷ്ടമല്ലാതെ വരിക, നമുക്ക് ദേഷ്യം വരിക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. അപ്പം പെട്ടെന്ന് ഫേസ് മാറും. എനിക്ക് കറക്റ്റായിട്ട് അറിയാം എന്തോ പ്രശ്നമുണ്ട്, പക്ഷെ പറയത്തില്ല പുള്ളിക്കാരി. ഈ ഒന്നും പറയത്തൊന്നുമില്ല. എനിക്കാണെ പറയണം പെട്ടെന്ന്, എന്താണെന്ന് പറയണം. എനിക്ക് കാത്തിരുന്ന് തപ്പിപ്പിടിച്ചാന്നും ഇഷ്ടമല്ല, പറയത്തില്ല പുള്ളിക്കാരി. മുഖത്തിങ്ങനെ വെക്കുമ്പോ എനിക്കറിയാം എന്തോ പറ്റിയിട്ടുണ്ട്. 4 തവണ ഞാൻ ചോദിക്കും, 5ാമത്തെ തവണയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകുന്നു. അങ്ങനെയാണോ? ഇല്ല, ചോദിക്കും, പറയണോ, അറിയണം. പുള്ളിക്ക് അറിയണം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആരോടും ഒന്നും പറയുന്ന ഇഷ്ടമല്ല. എനിക്ക് ഞാൻ തന്നെ റീസൺ കണ്ടെത്തി, എന്താണെന്ന് കണ്ടെത്തി ഞാൻ തന്നെ അത് കോപ്പപ്പ് ചെയ്ത് കളയണം, മാറ്റണം. അപ്പൊ ഞാൻ ഫ്രഷ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡെലിവറിന്റെ ആണെങ്കിലും പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ബാത്റൂമിൽ പോയിരുന്ന് കരയും. നേരിട്ടൊന്നും പറയത്തില്ല, കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി വന്നിട്ട് എന്താ മാഷേ ചായ വേണോ, എന്തിനടെ കരഞ്ഞത്? ഞാൻ കരഞ്ഞില്ല, എവിടെ കരഞ്ഞു? പണ്ടായിരുന്നു ഭയങ്കര കൂടുതൽ, ഇപ്പൊ ഓക്കെ പ്രശ്നമില്ല. അല്ല ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയട്ടെ, എന്റെ കാര്യം എനിക്കല്ലേ കൂടുതൽ അറിയാതെ. അങ്ങനെയല്ല, നമ്മുടെ കാര്യം കൂടുതലും അറിയാവുന്ന പുറത്തുള്ളവർ കാണുന്നവരാണല്ലോ അല്ലേ. എന്നിൽ തന്നെ ഒരു ടോക്സിക് ഉണ്ട്, നാർസിസ്റ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാ? കമന്റുകളിലൂടെ അല്ലേ. അവരതെങ്ങനെ അറിഞ്ഞത്? എന്തോ ഭയങ്കര സന്തോഷാട്ടോ അതിനകത്തൊക്കെ ഞാൻ അങ്ങനെ സ്വീകരിച്ചതിനെയൊക്കെ. ചില ദിവസമില്ലേ ഈ ട്രോളൊക്കെ കണ്ടിട്ട് ഞാൻ എണീറ്റ് വരുമ്പോ തന്നെ ഭയങ്കര അട്ടഹസിച്ചൊക്കെ ചിരിക്കും. പക്ഷെ എന്തിനാ ചിരിക്കുന്നത്? നോക്കുന്നുണ്ട് ഇത് വായിക്കുന്ന എന്താ പുള്ളിനെ കുറിച്ച് നെഗറ്റീവാ പറയുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ പോയി കിടന്നൂടെ ഭ്രാന്താശുപത്രി ഇതൊക്കെ വായിച്ചിട്ട് ഇരുന്ന് ചിരിയോട് ചിരി. ഞാൻ ചോദിക്കും എന്റെ എനിക്ക് പറ്റില്ല. സത്യത്തിൽ എന്താ പ്രശ്നം? സത്യത്തിൽ ടോക്സിക് ആണോ? മറ്റേ സൈക്കോഷമിയുടെ വേറൊരു ക്യാരക്ടറായിട്ട് വരും. ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ പല ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുതിയിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു, ഓ ആ പണ്ട് സ്റ്റാർ സിംഗറിൽ പാട്ട് പാടിയിരുന്ന വിജയ് ആണോ ഈ വിജയ്, മനസ്സിലാകുന്നേ ഇല്ല എന്ന്. അപ്പൊ ഞാൻ ഇവരെന്തായിരിക്കും മനസ്സിലാവുന്നില്ല എന്ന് ഇങ്ങനെ എഴുതിയേക്കുന്നത്, മുടിയാണോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. സത്യത്തിൽ എന്താ അങ്ങനത്തെ കമന്റുകൾ ശരിക്കും ചേട്ടന് ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ലേ? എന്താണ് അവർക്ക് ഈ ചേട്ടനിൽ ഇത്രയും മാറ്റം തോന്നാൻ എന്താ കാര്യം? മുടിയാണോ? മുടി പോകുമ്പോ ഇപ്പോഴും ഈ നമ്മുടെ വ്ലോഗ് കണ്ടിട്ട് ഞാൻ ആ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയ ആളല്ല എന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. മുടി മാറിയപ്പോ തന്നെ കംപ്ലീറ്റ്ലി ഫേസ് അങ്ങ് മാറി.
പിന്നെ താടി അന്നില്ല, ക്ലീൻ ഷേവ് ആയിരുന്നു. ഇപ്പൊ താടിയൊക്കെ വെച്ച് അപ്പൊ കംപ്ലീറ്റ്ലി മാറി, ഫേസ് മാറി. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ശരിയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ പോവാറുണ്ടോ ഞാൻ ആ പഴയ ആള് തന്നെയാണ്? ഇനി പറയേണ്ടി വരില്ല, കാരണം മുടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആളിലേക്ക് തന്നെ തിരികെ എത്തിയല്ലോ. ഞാൻ പ്രസന്റ് ജീവിക്കുന്ന ആളാ. ഓ യാ യാ യാ. ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞു, ഇപ്പൊ ഞാൻ ഇവിടെ എത്തി. ഇപ്പൊ ഇനി മുടി വരുന്നു, ഇനി അഭിനയിക്കാൻ തുടങ്ങാൻ പോയാ. അല്ല സത്യം പറയാം, ഞാൻ ഇപ്പൊ ഡയറക്ഷൻ മാറ്റി വെച്ച് ഈ മുടി വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം തലേ ദിവസം വരെ മുടിയില്ല, ഇന്ന് മുടി വന്നപ്പോഴത്തേക്കും നമ്മൾ മറന്നുപോയി. ഇതിനിപ്പം ഈ 2 വർഷം എൻ്റെ കൂടെ താമസിച്ച ആൾക്ക് മുടി ഇല്ലാത്ത ഒരാളായിരുന്നു ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണോ. ഇപ്പത്തെ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ പഴയ വ്ളോഗ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഓഹോ മുടി ഇല്ലായിരുന്നല്ലേ എന്നുള്ളൊരു എന്താ പറയാ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഇനി ഒരാൾക്ക് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 100% ലാ ഡെൻസിറ്റി സജസ്റ്റ് ചെയ്യൂ? തീർച്ചയായിട്ടും ആണ്. അത്രമാത്രം ഒരു കോൺഫിഡൻസും അത്രമാത്രം ഒരു സാധനങ്ങളൊക്കെ ആ ഡോക്ടറും ആ ഹോസ്പിറ്റലും ക്ലിനിക്കും ഒക്കെ തന്നോ? ഞാൻ അവരുടെ ക്ലിനിക്കിൽ ഹാപ്പിയാണ്, അവരുടെ OT ഹാപ്പിയാണ്. ഡോക്ടറിൽ ഞാൻ ഗജാനൻ ജാദവ് ഡോക്ടർ. ഡബിൾ. എനിക്ക് ഈ മുടിയെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ വ്ലോഗിൽ തന്നെ ഞാൻ ഡോക്ടറെ കൊണ്ടുവരും. നമ്മുടെ ലൈഫ് മാറുമല്ലേ, നമ്മുടെ രൂപം മാറുന്നു. ജസ്റ്റ് ഇത് വെച്ച് നമ്മൾ വെളിയിറങ്ങുമ്പോ തന്നെ ഭയങ്കര വ്യത്യാസം ആൾക്കാരെ നമ്മളെ നോക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ, നമുക്കറിയാതെ. അപ്പൊ അതൊക്കെന്ന് വെച്ചാൽ അത്ഭുതമാണ്. നമ്മളിപ്പോ 2 കുട്ടികളെ ഏകദേശം ഒരേ പ്രായക്കാരാവുമ്പോഴത്തേക്കും നമുക്ക് പലരും പറയും ആ ഒരേ സമയത്ത് അവരങ്ങ് വളർന്നു പൊക്കോളും, പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. വേറെ ചിലർ പറയും ആ മൂത്ത കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് കോംപ്ലക്സ് ആവും, ഇത്രയും പ്രായ വ്യത്യാസം, ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ഈ പ്രശ്നം എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്തുണ്ടായിരുന്നു ആത്മജ അൺയൂഷ്വൽ ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ വളരെ പഞ്ചപാവമായിരുന്നു, അതായത് എല്ലാത്തിനും ചേർന്ന് നിൽക്കുന്ന ആത്മജയായിരുന്നു. മാഷ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം റെഡി ആയിട്ട് നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആളുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറി. ഉറങ്ങുന്നില്ല, രാത്രി 3 മണിയായാലും 4 മണിയായാലും ആത്മജ ഉറങ്ങില്ല. കരച്ചില്, വാശി, ഇതൊക്കെ കൂടി. അപ്പം നമ്മളുടെ 3 പേരുടെ ഇടയിൽ ഒരാൾ വന്നത് ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ പോസ്റ്റ്നൈറ്റൽ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. അവിടെ ചെന്നപ്പം അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ 1.5-2 വയസ്സിൻ്റെ ഗ്യാപ്പിലുള്ളവരാണ് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് വന്നത്. അപ്പം അവർ പറഞ്ഞ അപേക്ഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കി ആത്മജ ഫാർ ബെറ്റർ ആണ്. അവര് കുട്ടീനെ ഫുൾ ഉപദ്രവം പറഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെ ഇതൊക്കെ പഠിച്ച് പേരന്റിങ് പഠിച്ചിട്ടിരിക്കുക. അപ്പൊ തുടക്കത്തില് അകത്തൊരു വാവയുണ്ട്, വരും, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഇഞ്ചക്ട് കാരണം ഒരു സുപ്രാത്തി പെട്ടെന്ന് വരുമ്പോ അവൻ അക്സെപ്റ്റ് ചെയ്തു. വയറി തൊട്ട് നോക്ക്, വിളിക്ക് വാവേനെ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് നടത്തി കൊണ്ടുവന്നു. അപ്പൊ ഇപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ച ആൾ ഓക്കെയാണ്. അവൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വാവേനെ അങ്ങ് സ്നേഹിച്ചാൽ മാത്രം ഞാൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ വീണ വന്നപ്പോഴും നോക്കി എടുത്തപ്പോഴത്തേക്ക് പുള്ളി വന്നില്ല. ആദ്യം അറ്റൻഷൻ ആത്മജയ്ക്ക് കിട്ടണം എന്നുള്ളത് നോക്കണം അല്ലേ? അല്ലേ, ഈ 2 കുട്ടികൾ ഇങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഭർത്താവ് ജോലിക്കും കൂടെ പോകുന്ന ഒരാളായിരുന്നെങ്കിൽ ഗംഭീരമായേനെ. ഇതിപ്പോ താരതമ്യേന കൂടുതൽ സമയം വീട്ടിലുണ്ട്, മക്കളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ ഭയങ്കര അനുഗ്രഹമാണോ? എനിക്ക് 2 വരെ പോലെ. അങ്ങനെയാണോ? ചേട്ടാ ഒന്ന് രാവിലെ 9 മണിക്ക് ഇറങ്ങി 6 മണിക്ക് വാ. കണ്ണിന്റെ വില എനിക്ക് 2 ഒരുപോലെയാണ്. ഏതൊരു ചേട്ടൻ മറ്റേ കമന്റ് ചെയ്ത പോലെ പിച്ച എടുത്തെങ്കിലും ജീവിക്കുന്നൊക്കെ പറഞ്ഞ പോലെ ആളില്ലാതാകുമ്പോഴേ വില അറിയത്തുള്ളൂ. അത് സത്യമാണ്, കണ്ണില്ലാതാകുമ്പോഴേ. നേരെ തിരിച്ചു ഞാനും ഇപ്പൊ പുള്ളിക്കാരിയായിട്ട് ഒരു ഇതാണ്, എനിക്കിപ്പോ പുള്ളിക്കാരി വേണം, മറ്റേ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അത് ശരിയാണ്. അല്ല, ഞാനിത് പറയാൻ ഒറ്റ ദിവസത്തെ എക്സ്പീരിയൻസ്. മാഷി ഹെയർ ട്രാൻസ്പ്ലാന്റിന് പോയ അന്ന് ഉച്ച മുതൽ രാത്രി വരെ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. ഞാൻ ആത്മജയും മോളും മാത്രമേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് ആത്മജ കുറച്ച് എക്സൈറ്റഡ് ആവുന്നത്, ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാഷുള്ളപ്പോഴാണ്. ഇപ്പൊ ഇവിടെ TV ഉണ്ട്, ഇതിന്റെ മുകളിൽ കയറരുത്, തൊടരുത് എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞാൽ മാഷിന് ദേഷ്യം വരുന്ന അറിയുന്നതുകൊണ്ട് ആത്മജ ഒരു 10-25 പ്രാവശ്യം ചെയ്യും. സൈക്കോ സെക്കൻഡ് ജനറേഷൻ. അത് കാണാൻ. പക്ഷെ ഞാൻ സ്വഭാവം എന്തെങ്കിലുമൊക്കെ മിക്കവാറൊക്കെ അച്ഛന്റെ സ്വഭാവ.
ഇനി ഞാനാണെങ്കിൽ ഞാൻ പറയും ചെയ്തോ കുഴപ്പമില്ല, തുടച്ചു കഴിഞ്ഞാൽ തീരുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ പുള്ളിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ, ചെയ്തോളാൻ പറഞ്ഞു, പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി അവിടെ അടങ്ങിയിരിക്കും. ഇത്രയുള്ള വ്യത്യാസം. പക്ഷെ അങ്ങനെയല്ല, മാഷ് ആത്മച്ചയുടെ കാര്യങ്ങൾ കൂടുതലും മാഷാണ് നോക്കുന്നത്, മോളുടെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം രണ്ടുപേരുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ മാനേജ് ചെയ്ത് പോകുന്നു.